ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമുക്ക് ചെട്ടുളങ്ങര അമ്പലത്തിൽ പൊങ്കാല ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ചൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അമ്മ വീട്ടിൽ വന്നത്. അങ്ങനെ നമുക്ക് വേണ്ട ചൂട്ട് അത്യാവശ്യം കുറച്ച് നമ്മൾ എടുത്തിട്ട് ഈ വള്ളിയൊക്കെ കെട്ടി നല്ല മുറുക്കി ഞാൻ വെച്ചിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്ത് ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേനും അമ്മച്ചമ്മ പറഞ്ഞു, മോനെ ഇത് ഇങ്ങനല്ല, കുറച്ചും കൂടെ നല്ല ടൈറ്റായിട്ട് കെട്ടണമെന്ന് പറഞ്ഞ് അമ്മമ്മ നല്ല രീതിക്ക് തന്നെ അത് കെട്ടിത്തന്ന്. അതുകൊണ്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കൊന്ന് തലേന്നല്ലേ ഒന്ന് പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന്. എന്ത് ചെയ്തു, എനിക്ക് നല്ല പനിയുടെ ക്ഷീണമുണ്ട്, നല്ല പനിക്കോളുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചൊന്ന് ഉഷാറായിട്ട് നമ്മൾ നേരെ അമ്മയും ഞാനും കൂടെ വണ്ടി എടുത്ത് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും അങ്ങോട്ട് പറയുന്നുണ്ട് ഇന്ന് നല്ല തിരക്കായിരിക്കും, നല്ല റഷായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നാളെ പൊങ്കാലയല്ലേ, അപ്പോൾ അതിൻ്റെ നല്ല തിരക്കായിരിക്കും. അത് പറഞ്ഞത് കൂട്ട് തന്നെ അമ്പലത്തിൻ്റെ നമ്മൾ കോമ്പൗണ്ടിൽ വന്നപ്പോൾ തന്നെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അമ്പലത്തിൻ്റെ അകത്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെക്കാളിലും തിരക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും നല്ല അടിപൊളി തിരക്കുണ്ട്. പിന്നെ എനിക്ക് പനിയുടെ ചെറിയ ലക്ഷണം ഉള്ളതുകൊണ്ട് ഞാൻ അധികം നേരം മഞ്ഞത്ത് നിന്നില്ല. ഞാൻ തൊഴുതിട്ട് നേരെ വണ്ടിക്കകത്ത് പോയി ഇരുന്നു. പിന്നെ നാളെ പൊങ്കാല ആയതുകൊണ്ട് നാളെ രാവിലെ നമുക്ക് സാധനം മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ വൈകുന്നേരം തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് തേണ്ടേ, സന്ധ്യാദേവി വരുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി. വെളുപ്പാങ്കാലം 5 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റു. ഈ ചൂട്ടും കാര്യങ്ങളും എല്ലാം സേഫായിട്ട് തന്നെ വണ്ടിയുടെ ഡിക്കിയിലേക്ക് കയറ്റി നമ്മൾ എന്ത് ചെയ്തു, നേരെ ഇനി അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിലേക്കല്ല, പൊങ്കാല ഇടുന്ന നമ്മൾ എല്ലാ പ്രാവശ്യവും ഇടുന്ന ഒരു സ്പോട്ടുണ്ട്, അങ്ങോട്ട് തന്നെയാണ് വെച്ച് പിടിക്കുന്നത്. ഒരു പ്രതീക്ഷ അവിടെ തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. കാര്യം നല്ല തിരക്കായിരിക്കും. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ കിട്ടുമോ ഇല്ലയോ എന്ന്. പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് അവിടെ കിട്ടി. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇടുന്ന ആ ഒരു സ്പോട്ടുണ്ട്, അവിടെ തന്നെ നമുക്ക് കിട്ടി. അതാണ് സത്യം. അങ്ങനെ എന്ത് ചെയ്തു, എല്ലാവരും അമ്മയുണ്ട് കുഞ്ഞമ്മയുണ്ട്, രണ്ടുപേരും അടുപ്പിച്ച് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ രാവിലെ ഒരു 7 മണി 7:30 അപ്പോഴത്തേനും അമ്പലത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. കാര്യങ്ങളെല്ലാം മംഗളമായി തന്നെ അവസാനിച്ചു എന്ന് വേണം പറയാനുള്ള കാര്യം പറയുകയാണെങ്കിൽ. കാര്യങ്ങളെല്ലാം മംഗളമായി തന്നെ അവസാനിച്ചു. പിന്നെ ഈ തളിക്കലുണ്ടല്ലോ, ഇങ്ങനെ എല്ലായിടക്കും തളിച്ചു. കാര്യങ്ങളെല്ലാം ഇതേണ്ടേ മനോഹരമായി തന്നെ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കൊച്ചിലെ ഭയങ്കര ഒരു കൗതുകമുള്ളൊരു സംഭവമാണ്. കാറ്റാടി വേറൊരു ലെവലല്ലേ. അപ്പോൾ രാവിലെ 8 മണിയോടുകൂടി കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി വീട്ടിലേക്ക് ഒരു ചായയും കുടിച്ച് ശുഭം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്, കമൻറ്റ്. ഓക്കെ.